പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ പുറത്തേക്ക്. തിരുവനന്തപുരം ഡി.സി.സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. പാർട്ടിയിൽ വനിതകളെ അവഗണിക്കുന്നതിനായി വനിതാ നേതാവായ ഷമാ മുഹമ്മദ് പരസ്യമായി വിമർശനമുന്നയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, പത്മജ വേണുഗോപാലിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണോ, സാഹചര്യമാണോ കാണുന്നത്? അല്പസമയം മുമ്പ് തമ്പാനൂർ സതീഷ് ഗുരുതരമായ ചില വിമർശനങ്ങളാണ് KPCC അധ്യക്ഷനടക്കം ഉന്നയിച്ചത്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന തരത്തിലുള്ള വിമർശനങ്ങളടക്കം, അല്ലെങ്കിൽ നേതാവ് എന്നടക്കമുള്ള വിമർശനങ്ങൾ. ആകെ അസ്വസ്ഥമായ ഇത്തരത്തിലുള്ള നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയാണോ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലവിലുള്ളതും? തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും എല്ലായ്പ്പോഴും KPCC ആസ്ഥാനവും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ തന്നെ കലാപകലുഷിതമായി മാറുന്ന രംഗം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അത് കോൺഗ്രസ് പാർട്ടി ആയിരിക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചെങ്കിലും ഏറ്റവും അവസാനമായിരിക്കുന്നു ആ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ സാധിച്ചത്. കാരണം സിറ്റിംഗ് MP-മാരെ പോലും പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ നിരവധിയായ ചർച്ചയും പരാതി പരിഹാരത്തിനുമൊക്കെ തന്നെ സമയം കണ്ടെത്തേണ്ടി വന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നേരത്തെ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാവായിരുന്ന K. കരുണാകരൻ, ലീഡർ എന്ന കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആരെയെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് K. കരുണാകരൻ മാത്രമാണ്. അങ്ങനെയുള്ള ലീഡറുടെ മകൾ തന്നെ BJP-യിലേക്ക് വരുന്നു. അപ്പോൾ BJP-ക്ക് വരുന്ന സമയത്ത് വലിയ വെളിപ്പെടുത്തലുകളാണ് പത്മജ വേണുഗോപാൽ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. പത്മജ നേരിട്ട് തന്നെ പറയുകയാണ്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു ചന്ദനക്കുറി പോലും തൊടാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള വലിയ വൈരുദ്ധ്യാത്മകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന ഒരു ആരോപണം പോലും പത്മജ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിനുശേഷം നമുക്ക് സ്ഥാനാർത്ഥി പട്ടിക എടുത്തു പരിശോധിച്ചാൽ ആലത്തൂര് രമ്യ ഹരിദാസ് ഒഴികെ ഒരു വനിതാ സ്ഥാനാർത്ഥി പോലും 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. കാരണം രാജ്യം 33% വനിതാ സംവരണം ബില്ല് പോലും പാസാക്കി. അത് അത്രയും അധികം നാരീശക്തിയിലേക്ക് രാജ്യം പോകുമ്പോൾ ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് ഒന്നിലധികം വനിതാ സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കാൻ കഴിയാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. അതിനൊരു ഉദാഹരണമാണ് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമായി പറയാനെത്തുന്ന ഷമാ മുഹമ്മദ്, AICCയുടെ വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദ്. അവർ നേരത്തെ തന്നെ കണ്ണൂരിൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ വടകരയിൽ സിറ്റിംഗ് MP ആയിരുന്ന മുരളീധരനെ മാറ്റി അവിടെ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുമ്പോൾ അവിടെ പോലും തന്നെ പരിഗണിച്ചില്ല എന്ന ഒരു പരിഭവം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ ക്ഷമ തയ്യാറായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ വലിയ കലാപകലുഷിതമായി തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യമായി നിൽക്കുന്ന. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് DCCയുടെ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് ഈ KPCC ആസ്ഥാനം അതൊരു ഗുണ്ടാ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ കൊള്ളസംഘത്തിൻ്റെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് ആകട്ടെ പാർട്ടി പ്രവർത്തകർ പിരിച്ചു നൽകുന്ന തുക ഒരു കാര്യവുമില്ലാതെ ചെലവഴിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിന് തന്നെ രാജിക്കത്ത് നൽകിയിരുന്നു. അദ്ദേഹം ഉന്നയിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് ഒരു പാർട്ടി പുനഃസംഘടന നടത്തിയത്, നിലവിലുണ്ടായിരുന്ന 78 KPCC സെക്രട്ടറിമാർ എന്തിനാണ് നിയമിച്ചത്, അങ്ങനെ ഒരു പുനഃസംഘടന നടത്തുമ്പോൾ അതിനൊരു മാനദണ്ഡമില്ലേ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയ കലാപമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ നടുവിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ അഖിൽ പറഞ്ഞതുപോലെ തന്നെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമാണ് കോൺഗ്രസിനുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചേരിപ്പോര് തന്നെയാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ പാലോട്ടുമടമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.